നമസ്കാരം കൂട്ടുകാരെ. 10th പ്രിലിമിനറി എക്സാം ഓഗസ്റ്റ് 1 ഉള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണിത്. എനിക്കും എക്സാം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 1 അപ്പോൾ പറ്റുന്നത്ര ക്വസ്റ്റ്യൻസ് റിവിഷൻ ചെയ്യുക. അതോടൊപ്പം തന്നെ SC റിവിഷൻ ചെയ്യുക. പിന്നെ കൂടാതെ നമുക്ക് ടൈമുള്ളവർക്കാണെങ്കിൽ ടോപ്പിക് വൈസ് നോക്കാം. അല്ലാതെ കറണ്ട് അഫെയർസും മാത്സും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പം ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് വായിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ ഉപകാരപ്പെടുവാണെങ്കിൽ കേട്ട് നോക്കുക. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഇത് 53/2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ആരുടെ വാക്കുകളാണിത്? മഹാത്മാഗാന്ധിയുടേതാണ്. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം നവംബർ 26 വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ: 1. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണമെന്ന് വിശേഷിപ്പിച്ചു. 2. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന നിലപാട്. ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? കളവൻകോട്. എവിടെയാണ്? കളവൻകോട്. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഏതൊക്കെയാണ്? 1-ാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. പിന്നെയോ, പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം അദ്ദേഹം പ്രചരിപ്പിച്ചത്. അടുത്ത ചോദ്യം, ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന സംഘങ്ങൾ ഏതാണ്? മിഷണറി സംഘങ്ങൾ ഏതാണെന്നാണ്. അത് ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനുമാണ്. അടുത്തത്, കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും. അത് കുറച്ച് മുന്നേ ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഏതാണ് പ്രസ്ഥാനങ്ങളും നേതാക്കളും, അതൊന്ന് വേണമെങ്കിൽ കണ്ടു നോക്കാം. കേരളത്തിലെ നവോത്ഥാന നായകരും അവരുടെ പ്രസ്ഥാനങ്ങളും. വക്കം അബ്ദുൽ ഖാദർ മൗലവി ഏതാണ്? കേരള മുസ്ലിം ഐക്യസംഘം. അതേപോലെ അയ്യങ്കാളി സാധുജന പരിപാലന യോഗം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഓക്കെ, അടുത്തത്, 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം എന്താണെന്നാണ്. അത് ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതെന്നാണ്. 1940 ജൂലൈ 31 താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്ന മേഖല ഏതിനാണ്? പ്രാഥമിക മേഖല അല്ലേ? അടുത്ത ചോദ്യം, 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇനി പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലെ ശരിയായ ജോഡി കണ്ടെത്താൻ. 1-ാം പഞ്ചവത്സര പദ്ധതി എന്തിന് പ്രാധാന്യം കൊടുത്തു? കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന്. 2-ാം പഞ്ചവത്സര പദ്ധതിയോ? വ്യാവസായിക വികസനം. 3-ാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത. 4-ാം പഞ്ചവത്സര പദ്ധതി സ്വാശ്രയത്വം. 1 കാർഷിക മേഖല, 2 വ്യവസായം, 3 ഭക്ഷ്യ സ്വയം പര്യാപ്തത, 4 സ്വാശ്രയത്വം. ഇനി അടുത്ത ചോദ്യം, മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്താനാണ്. അത് UNDP ആണ് തയ്യാറാക്കുന്നത്. അതുപോലെ ആയുർദൈർഘ്യം അതിൻ്റെ ഒരു ഫാക്ടറാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതാ താരമാരാണ്? മിന്നു മണി. അത് കറണ്ട് അഫെയർസിൽ വരുന്നതാണ്. ഇനി ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്കൻ പടിഞ്ഞാറ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ മഹൽവാരി വ്യവസ്ഥ. വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ഏതാണ്? മഹൽവാരി വ്യവസ്ഥ. മഹൽവാരി എന്ന് പറയുമ്പോൾ ഒരു നോർത്ത് നെയിം പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ മഹൽവാരി വ്യവസ്ഥ. ഓക്കെ, ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്താനാണ് അടുത്ത ചോദ്യം. നമുക്ക് നോക്കാം. കരിമ്പ് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. തേയിലയാണെങ്കിലോ? ആസാം. അതൊക്കെ നമുക്കറിയാം അല്ലേ? ചണം ബംഗാൾ. ചണം ബംഗാൾ. ഗോതമ്പ് പഞ്ചാബ്. ഒന്നും കൂടെ നോക്കാം. കരിമ്പ് ഉത്തർപ്രദേശ്, തേയില ആസാം, ചണം ബംഗാൾ, ഗോതമ്പ് പഞ്ചാബ്. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് പറയാൻ പറയുന്നത്. അത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു എന്നത് മാത്രമേ അതിനകത്ത് ശരിയായിട്ടുള്ളതുള്ളൂ. അതുകൊണ്ട് ഏതാണ്? വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. ഇനി അടുത്ത ചോദ്യം, ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചതാരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏതു രാജ്യത്തു നിന്നുമാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്? സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ. ഓക്കെ, അടുത്തത്, ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധവള വിപ്ലവം.
ഓക്കെ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശം അല്ലാത്തതാണ്. അപ്പോൾ മൗലിക അവകാശം ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങൾ 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങൾ വരുന്നത്. അതൊക്കെ കൂട്ടുകാർക്ക് അറിയായിരിക്കും. ഇതിനകത്ത് കൂട്ടത്തിൽ പെടാത്ത സ്വത്തവകാശമാണ്. സ്വത്തവകാശം എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? അതൊരു ലീഗൽ റൈറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, 2002 86-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏതാണെന്നാണ് ചോദ്യം. അത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നതാണ് 2002 86-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം. ഓക്കെ, അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഏത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ഇനി ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? അതെ, പാർലമെൻറ്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? കോട്ടയം ജില്ല. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? ജോൺ ജോസഫ് മെർഫി. ആരാണ്? ജോൺ ജോസഫ് മെർഫി. ഏത് ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയാണ്. ഓക്കെ, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ്? NW3, നാഷണൽ വാട്ടർ ഹൈവേ 3 ആണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ. ഏതാണ്? ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ. അടുത്തത്, സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ഉദ്യാനം ഏതാണ്? ദേശീയോദ്യാനം ഏതാണ്? സൈലൻറ്റ് വാലി. സൈലൻറ്റ് സിംഹം. ഞാൻ ഈ വായിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ കൂട്ടുകാർക്ക് ഓൾമോസ്റ്റ് അറിയായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒന്നൊന്ന് കേൾക്കുവാണെങ്കിൽ ഒരു റിവിഷൻ പോലെയായി എടുക്കാം. ഓക്കെ, ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു? ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് രാജ്യവുമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കര അതിർത്തി പങ്കിടുന്നത്? ബംഗ്ലാദേശ്. ഏതാണ്? ബംഗ്ലാദേശ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ശബരിഗിരി. ഏതാണ്? ശബരിഗിരി. ഉത്തര മഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. എന്നാൽ കേരളത്തിലാണെങ്കിലോ ലാറ്ററൈറ്റ് മണ്ണ് അല്ലേ? ഉത്തര മഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. പശ്ചിമഘട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. ഏതാണ്? ആനമുടി. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏതാണ്? പാക് കടലിടുക്ക്. ഏതാണ്? പാക് കടലിടുക്ക്. ഹിമാലയൻ നദി അല്ലാത്തത് ഏതാണ്? കൃഷ്ണ. ഏതൊക്കെയാണ് ഹിമാലയൻ നദി? നമുക്കറിയാം, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇതൊക്കെയാണ് ഹിമാലയൻ നദികൾ. ബാക്കിയുള്ളതൊക്കെ ഏതാണ്? ഉപദ്വീപീയ നദികളാണല്ലേ. ഇനി നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? വളവട്ടണം. വളവട്ടണം ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമടക്കായൽ. ഏതാണ്? പുന്നമടക്കായൽ. എന്നാൽ പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയാണെങ്കിലോ അത് അഷ്ടമുടി കായലിലാണ്. ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് കോളറ. ബാക്കി ഓപ്ഷൻസ് എന്ന് പറയുന്നത് വായുവിലൂടെ പകരുന്നതാണ് തന്നിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജലത്തിലൂടെ പകരുന്ന രോഗമാണ് കോളറ. പല്ലിലെ ഇനാമലിന് നാശം ഉണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ബാക്ടീരിയ നിർമ്മിക്കുന്ന ഏതാണ് വായിൽ? ലാക്റ്റിക് ആസിഡ്. ഇനി സാംക്രമിക രോഗമല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ ടൈഫോയിഡ്, മന്ത്, എയ്ഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ക്യാൻസർ. അപ്പോൾ സാംക്രമിക രോഗമല്ലാത്ത ഏതാണ്? ക്യാൻസറാണ് അല്ലേ. മറ്റുള്ളവയ്ക്ക് എന്താണ്? പകരുന്ന അസുഖങ്ങളാണ്. ടൈഫോയിഡ് ആണെങ്കിലും മന്താണെങ്കിലും കൊതുകിലൂടെ വരുന്നു. അതുപോലെ എയ്ഡ്സ്. ഓക്കെ, ഇനി അടുത്തത് ECGയുടെ പൂർണ്ണരൂപം എന്താണെന്ന്? ഇലക്ട്രോ കാർഡിയോഗ്രാം. എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാമാണ് ECGയുടെ പൂർണ്ണരൂപം. അടുത്ത ചോദ്യം, പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട്. ഇത് എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. SCRT ചോദ്യമാണിത്. പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്താൻ. ഏതാണ്? ആദ്യം ആഹാരം സ്വീകരിക്കുന്നു, പിന്നീട് ദഹനം, പിന്നീട് ആഗിരണം, പിന്നെ സ്വാംശീകരണം. ഒന്നുകൂടെ പറയാം, ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം. ഓക്കെ, കൂടുതൽ ശരിയായി തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ശരിയായതെന്ന് പറയുന്നത് പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയും ഒരു അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. എന്താണ്? പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയും അതേസമയം ഒരു അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. ഏത് ചെടിയുടെ കറയിൽ നിന്നുമാണ് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? പോപ്പി ചെടി. ഏതാണ്? പോപ്പി ചെടി. അത് ഈസി അല്ലേ. ഓപ്പിയം, പോപ്പി.
പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് എംഫസിമ. ഏതാണ്? എംഫസിമ. ശരിയായ ജോഡിയാണ് അടുത്തതായിട്ട് ചോദിക്കുന്നത്. ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണേത്? നിശാന്തത. ജീവകം ബിയുടെ അപര്യാപ്തത മൂലം ബെറിബറി. ഏതാണ്? ബെറിബറി. ജീവകം സി ആണെങ്കിലോ, ജീവകം സിയുടെ കുറവ് കാരണം എന്താ ഉണ്ടാവുക? സ്കർവി. സി സ്കർവി. ജീവകം ഡി രക്തം. ഏതാണ്? ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നത് റിക്കറ്റ്സ് ആണ് ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖം. ഒന്നുകൂടെ പറയാം. ജീവകം എ നിശാന്തത, ജീവകം ബി ബെറിബറി, ജീവകം സി സ്കർവി, ജീവകം ഡി റിക്കറ്റ്സ് എന്ന അസുഖം. ഓക്കെ. ഇനി അടുത്തതായി, ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ്? ശ്വേതരക്താണുക്കൾ. ഏതാണ്? ശ്വേതരക്താണുക്കളാണ് ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങളാണ് ഇത് ശ്വേതരക്താണുക്കൾ. ഇനി 12,000 കിലോ അൺലാഡർ വെയ്റ്റുള്ള റോഡ് റോളർ ഏത് വിഭാഗം വാഹനത്തിൽ വരും? ഏതാണത്? മീഡിയം ഗുഡ്സ് വാഹനം എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത്, ഇത് നമുക്ക് ആവശ്യമില്ലാത്ത ടോപ്പിക്സാണ്, നമുക്ക് ഈ പ്രിലിമിനറിക്ക് വേണ്ടാത്തതാണ്, അതൊരു മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത 100 ക്വസ്റ്റ്യൻ പറയാം. ഇതുവരെ 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.